ഹലോ, നമ്മളിന്നൊരു ഈവനിങ് ബ്ലോഗാണ് എടുക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു പണിയില്ലാതെ ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ ചുറ്റിക്കറങ്ങി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഏതാണ്ട് അവിടെ അമ്പലത്തിൽ പാട്ടിടാൻ തുടങ്ങിയത്. പിന്നെ ഒന്ന് നോക്കിയില്ല, അമ്പലത്തിൽ പോയാലോ, അങ്ങ് പോയേക്കാന്ന് വെച്ചു. വേറൊന്നുമല്ല, വെറുതെ ഇരിക്കുവല്ലേ, പിന്നെ ഒരു പണിയില്ലല്ലോ, എന്നാൽ പിന്നെ പോയിട്ട് വരാമെന്ന് വെച്ച് ഞാൻ അതിന് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കുളിച്ചിട്ട് വരാവേ. അങ്ങനെ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നത് ഈ ഒരു കുർത്ത സെറ്റാണ് ഞാൻ ഇടുന്നത്. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരു 499 റുപ്പീസ് ഒക്കെ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. നേരത്തെ 199 രൂപയുടെ കുറേ ടീഷർട്ടും വാരിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും എല്ലാം പല സാധനങ്ങളാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഞാൻ മീഷോയുടെ കഥയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ വഴിക്ക് പോകും, നിങ്ങൾ നിങ്ങളുടെ വഴിക്കും പോകും. അപ്പം നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടങ്ങ് വാരി പൊത്തി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സൺസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നൈറ്റൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ എന്തിനാ സൺസ്ക്രീം ഇടുന്നുള്ള ചോദ്യമൊന്നും വേണ്ട. എപ്പോഴും നമ്മൾ സൺസ്ക്രീം സ്കിന്നിന് ഒരു കെയറിങ് ആയിട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതെപ്പോഴും നല്ല സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ അടി ഒന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. വെറുതെ എഴുതി കൊടുക്കുന്നേ ഉള്ളൂ, അങ്ങനെ കറുപ്പിച്ചൊന്നും എഴുതുന്നൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളൊരു കുഞ്ഞ് പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പൊട്ട് കാണുന്നില്ല, പൊട്ടെവിടെ? നമ്മളൊരു കുഞ്ഞ് പൊട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ണെഴുതിയിലും പൊട്ട് അത്യാവശ്യമായിട്ട് നിർബന്ധം, അതുകൊണ്ട് നമ്മൾ പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 3 ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. ക്യൂട്ട് ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 3 ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്കാണ് ഇത്. 3ഉം നല്ല കത്തി കളറാണ്. എനിക്ക് ഒട്ടും തന്നെ ചേരുന്നില്ലായിരുന്നു. എല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് ഇട്ട് കാണിക്കാം, എന്നിട്ട് പറയണം എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഫസ്റ്റ് വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇത് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ഫേസിലോട്ട് നോക്കിയാൽ മതി എന്തുമാത്രം ചേരുമെന്ന്. നെക്സ്റ്റ് വന്ന ഷെയ്ഡ് വന്നിട്ട് ഒരു ഡാർക്ക് പിങ്ക് കളറാണ്. ഇതിട്ടിട്ടാണെങ്കിൽ എനിക്ക് അത്രയും വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാലും എൻ്റെ സ്കിന്നിനൊന്നും ഇത് സ്യൂട്ട് ആവത്തില്ല. കണ്ടോ, ഇത്രേ ഉള്ളൂ, വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ അതും അങ്ങ് എടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് ഈ ഷെയ്ഡാണ്, ഒരുമാതിരി ചില്ലി റെഡ് കളറ്. ഇതിട്ട് നോക്കിയിട്ട് എനിക്ക് അത്രയും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അത്യാവശ്യം സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇത് ഒത്തിരി ഡാർക്കായിട്ടിട്ട് കഴിഞ്ഞാൽ ചുണ്ടെല്ലാം കൂടി ഒരുമാതിരി മുറുക്കിയ പോലെ ഇരിക്കും. അതുകൊണ്ട് ഇതും ഞാൻ അങ്ങ് തൂത്ത് കളയാമെന്ന് വെച്ച്. ലിപ്സ്റ്റിക് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ചുണ്ടത് വേറെ ഏതോ ഒരു ഷെയ്ഡ് കിടക്കുന്ന. പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഉള്ള ഷെയ്ഡൊക്കെ ഇട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സമയം പോകുമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ മുടിയെല്ലാം വാരി പെറുക്കി എല്ലാം കെട്ടിയപ്പോഴാലോചിച്ചത് 6:15 ഒരുക്കാൻ തുടങ്ങിയ ഒരുക്കമാണ്. 6:45 തീരുന്നില്ല. 6:35 കഴിയുമ്പോഴത്തേക്കും അടയ്ക്കേണ്ട നട ഇന്ന് എന്നെ ഓർത്താന്ന് തോന്നുന്നു, അടച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സമയമില്ല, പെട്ടെന്ന് പോയിട്ട് വരണം. എനിക്കിനി ഇവിടെ ചെന്നിട്ട് താഴെ ചെന്നിട്ട് പിന്നെ വേണം അമ്പലത്തിൽ ചെല്ലാൻ. അങ്ങനെ നമ്മൾ ഇതേ റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെയും ക്യാമറയും കാണിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് അമ്പലത്തിലോട്ട് പോകണം, ഇല്ല നട അടയ്ക്കും. അങ്ങനെ ഒരു വിധത്തിൽ നടയുടെ ഫ്രണ്ടിലോട്ടൊക്കെ വരാറായി. പിന്നെ ഞാൻ ഈ ക്യാമറ താഴത്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റോഡിൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം തോരെ ആൾക്കാർ നിൽക്കുക. എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും എനിക്ക് ഭ്രാന്താന്ന്. പിന്നെ ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി നടന്ന് വന്ന് ചന്ദനമൊക്കെ പിടിച്ച് ഷോയും കാണിച്ച് വന്ന് നമ്മൾ കുറിയൊക്കെ തൊട്ട് ഫ്രഷായിട്ട് നടന്ന് വരുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇനി അങ്ങോട്ട് സമയം കിടക്കും. വെറുതെ റൂമിൽ പോയി കുത്തിയിരിക്കണമല്ലോ എന്നോർത്താണ് ഞാൻ പിന്നെ നേരെ റൂം കണ്ടിട്ട് റൂമിലോട്ട് കയറാൻ ഞാൻ നേരെ നടന്നു പോകും. എങ്ങോട്ടൊന്നുമില്ല, ചുമ്മാ അങ്ങ് നടക്കുക. പിന്നെ വഴി കിടന്നൊരു പൂവും ആട്ടി ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരു പണിയില്ലല്ലോ, എന്നാൽ പോയി തട്ടിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ വഴിക്കും അങ്ങനെ പോയി. പിന്നെ റോഡിൽ കൂടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് എന്നോട് തന്നെ സംസാരിച്ച് പോയി താണ്ട് സൂര്യനും അസ്തമിച്ച് ഇരുട്ട് മൂളാറായി. അങ്ങനെ നടന്ന് വിശന്നപ്പോൾ താണ്ട് ഒരു ബിങ്കോയും വാങ്ങിച്ച് കൈ പിടിച്ചുകൊണ്ട് ആ ഇരുട്ടത്തോട് ആരും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നു വരുന്നത്. എനിക്കൊരു പണിയില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഇത്രയും ദൂരം നടന്നത്. അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് ഒരു വിധത്തിലായി. ഇനിയൊന്നും ഇല്ല, ഇനി പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ തന്നെ അങ്ങ് നിൽക്കുക.